ഭർത്താവ് നോബിയുമായി അകലുകയും ജീവിതത്തിൽ മറ്റൊരു അത്താണി ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ഷൈനിയുടെ മനസ്സൊരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒടുവിൽ മനസ്സിന്റെ പിടിവിട്ടപ്പോൾ പൊന്നോമനകളെയും കൂട്ടി വിടവാങ്ങി. ആ വേർപാടിന്റെ ഞെട്ടലും വേദനയും സംസ്കാര ചടങ്ങിലും ഘനീഭവിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ നോബിയോടൊപ്പം കഴിയുന്ന മകൻ എഡിനു നേരെ നാട്ടുകാരിൽ ചിലർ പാഞ്ഞെടുത്തിരുന്നു. നീ അച്ഛന്റെ കൂടെ ചേർന്നിട്ട് അമ്മയ്ക്ക് നേരെ കേസ് കൊടുത്തില്ലടാ എന്നായിരുന്നു പരിഭവം കലർന്ന ആ രോഷപ്രകടനം. എന്നാൽ എഡിനെ എങ്ങനെ പഴിക്കാനാകും? മുതിർന്നവരുടെ പോരിനിടയിൽപ്പെട്ട് ഞെരുങ്ങുകയായിരുന്നു ആ പാവം. അമ്മയുടെ മൃതദേഹത്തിനരികെ അമ്മേ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് എല്ലാം തകർന്ന എഡിൻ നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാനായത്. ഇടയ്ക്ക് അനിയത്തിമാരുടെ ചേതനയറ്റ ശരീരങ്ങളെ കെട്ടിപ്പിടിച്ചും വാവിട്ട് കരയുന്നുണ്ടായിരുന്നു അവൻ. കണ്ടുനിന്നവരുടെ ഹൃദയത്തെ പിളർത്തുന്ന കാഴ്ചകളായിരുന്നു അതെല്ലാം. എല്ലാറ്റിനും സാക്ഷിയായി ചുങ്കം നിവാസികൾ ഒന്നും വിശ്വസിക്കാനാവാതെ കണ്ണീരടക്കാനാവാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചത് അറിയാവുന്ന നാട്ടുകാരും നോബിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരെല്ലാവരും പള്ളിയിലെ പൊതുദർശനത്തിനാണ് എത്തിയത്. 3:15 വിലാപയാത്ര പള്ളിയിലെത്തിയത്. പള്ളിയിൽ വൻ ജനാവലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ഭയന്ന ഷൈനിയുടെ ഭർത്താവ് നോബിയോ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയില്ല. ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കൾ അലീനയെയും ഇവാനയെയും ഒരുമിച്ച് ഒരു കല്ലറയിലുമാണ് അടക്കിയത്. എവിടേക്കാണ് ഇനി തിരികെ ചെല്ലരുതെന്ന് ഷൈനി ആഗ്രഹിച്ചത് അവിടെയാണ് അവരുടെ അന്ത്യകർമ്മങ്ങൾ എന്നതും ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി. ഭർത്താവ് നോബി ലൂക്കോസിന്റെ ഗാർഹിക പീഡനങ്ങളെ തുടർന്നായിരുന്നു ഷൈനി ഭർത്തൃവീട് വിട്ടിറങ്ങിയത്. എന്നാൽ സ്വന്തം വീട്ടിലെ ഇടവകയിൽ അടക്കാതെ ഷൈനിയെയും മക്കളെയും ഭർത്താവിന്റെ ഇടവകയായ തൊടുപുഴയിലെ ചുങ്കം പള്ളി ഇടവകയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തത്. ഷൈനിയുടെ ഇടവകയായ കാരിത്താസ് പള്ളിയിലെ സെമിത്തേരിയിൽ അടക്കാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ മകനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിച്ചതോടെ ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം ഭർത്തൃവീട്ടുകാരുടെ ഇടവകയായ ചുങ്കം പള്ളിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ഇത് പൊതുസമൂഹത്തിൽ കടുത്ത എതിർപ്പ് ഉയർന്നുവെങ്കിലും പിന്നീട് എല്ലാവരും സമ്മതം അറിയിക്കുകയായിരുന്നു. മകളും കൊച്ചുമക്കളും നഷ്ടമായ വേദനയിൽ തകർന്നിരിക്കുന്ന ഷൈനിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ പിന്നീട് ഒരു കടുംപിടുത്തത്തിന് നിന്നില്ല. അതേസമയം ദാരുണ സംഭവം അറിഞ്ഞ നാട്ടുകാരടക്കം കടുത്ത അമർഷത്തിലുമാണ്. മകനെ അമ്മയിൽ നിന്നും അകറ്റാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നതായും ആരോപണങ്ങളുണ്ട്. മികച്ച ഒരു ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വെറുതെയാകുന്ന അവസ്ഥയുണ്ടായി. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു. പിന്നീട് ആവശ്യഘട്ടങ്ങളിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്ന മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവുമുണ്ടായി. ഭർത്താവിന്റെ കുടുംബത്തിനു വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിന്റെ പേരിൽ വീട്ടിൽ അന്യയായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ BSc നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതോടെയാണ് ആത്മഹത്യാ വഴിയിലേക്ക് അവർ നീങ്ങിയത്.